തന്റെ പോക്കറ്റിൽ നിന്ന് താൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ലിസ്റ്റ് എടുത്ത് ഒരു വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ല. പോക്കറ്റിൽ കിടക്കുന്ന ലിസ്റ്റ് പോക്കറ്റിൽ തന്നെ വെക്കണം. ഇവിടെ ആര് വൈസ് ചാൻസലർ ആകണമെന്ന് രണ്ട് സർവകലാശാലകളുടെ നിയമങ്ങൾ അനുശാസിക്കുമ്പോൾ, ഡിജിറ്റൽ സർവകലാശാല, ടെക്നോളജിക്കൽ സർവകലാശാല ആ നിയമങ്ങൾ അനുശാസിക്കുമ്പോൾ തന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടുവന്ന RSSന്റെ ലിസ്റ്റ് എടുത്ത് കേരളത്തിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കം അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. താനാണ് രാജാവെന്ന് ഏതെങ്കിലും ഗവർണർ കരുതുകയാണെങ്കിൽ, താൻ പറയുന്നതാണ് രാജ്യത്തിന്റെ നിയമമെന്ന് ഏതെങ്കിലും ഗവർണർ പറഞ്ഞാൽ അതിനു മുന്നിൽ തല കുനിക്കാൻ ഞങ്ങൾക്കും മനസ്സില്ല. ഈ നാടിന്റെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണം, ഈ നാടിന്റെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണം, സർവകലാശാലകളെ സംരക്ഷിക്കണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളായി ഈ കേരള യൂണിവേഴ്സിറ്റിയെ മാറ്റിയത് കേരള സർക്കാരിന്റെ വഴങ്ങാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള ഭീഷണിക്ക് വഴങ്ങാൻ നമ്മൾ തയ്യാറല്ല. നിയമത്തെ അംഗീകരിക്കാതെ, നീതിയെ അംഗീകരിക്കാതെ, ചട്ടങ്ങളെ അംഗീകരിക്കാതെ, മാർഗനിർദ്ദേശങ്ങളെ അംഗീകരിക്കാതെ താനാണ് രാജാവെന്ന് ഏതെങ്കിലും ഗവർണർ കരുതുകയാണെങ്കിൽ, താൻ പറയുന്നതാണ് രാജ്യത്തിന്റെ നിയമമെന്ന് ഏതെങ്കിലും ഗവർണർ പറഞ്ഞാൽ അതിനു മുന്നിൽ തല കുനിക്കാൻ ഞങ്ങൾക്കും മനസ്സില്ല. ഈ നാടിന്റെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണം, ഈ നാടിന്റെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണം, സർവകലാശാലകളെ സംരക്ഷിക്കണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളായി ഈ കേരള യൂണിവേഴ്സിറ്റിയെ മാറ്റിയത് കേരള സർക്കാരിന്റെ, സഖാവ് പിണറായി വിജയന്റെ, പ്രൊഫസർ ബിന്ദുവിന്റെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങളുടെ ഭാഗമാണ്. MG സർവകലാശാലയെ, കാലിക്കറ്റ് സർവകലാശാലയെ, കണ്ണൂർ സർവകലാശാലയെ, കേരള സർവകലാശാലയെ ലോകോത്തര സർവകലാശാലയാക്കി മാറ്റാൻ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ കൈമേൽ മറന്നുകൊണ്ട് സർവകലാശാലകളെ പിന്തുണയ്ക്കുമ്പോൾ ഗവർണർ എടുക്കുന്ന നിലപാട് തെറ്റാണ്. ഗവർണറുടെ സമീപനം തെറ്റാണ്. തന്റെ പോക്കറ്റിൽ നിന്ന് താൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ലിസ്റ്റ് എടുത്ത് ഒരു വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ല. പോക്കറ്റിൽ കിടക്കുന്ന ലിസ്റ്റ് പോക്കറ്റിൽ തന്നെ വെക്കണം. ഇവിടെ ആര് വൈസ് ചാൻസലർ ആകണമെന്ന് രണ്ട് സർവകലാശാലകളുടെ നിയമങ്ങൾ അനുശാസിക്കുമ്പോൾ, ഡിജിറ്റൽ സർവകലാശാല, ടെക്നോളജിക്കൽ സർവകലാശാല ആ നിയമങ്ങൾ അനുശാസിക്കുമ്പോൾ തന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടുവന്ന RSSന്റെ ലിസ്റ്റ് എടുത്ത് കേരളത്തിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കം അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ഏത് തീരുമാനമെടുക്കണമെന്ന്, ഏത് ലിസ്റ്റ് തരണമെന്ന്, ആരെ വൈസ് ചാൻസലർ ആക്കണമെന്ന് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ അധികാരത്തിലുണ്ട്. നിയമപ്രകാരം ആ സർക്കാർ തരുന്ന ലിസ്റ്റിൽ നിന്ന് വൈസ് ചാൻസലറെ നിയമിക്കാൻ കേരളത്തിന്റെ ഗവർണർക്ക് അധികാരമുള്ളൂ. കേരളത്തിലെ ഗവർണറോട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് രാജ്ഭവൻ എന്നാണ്. രാജ്ഭവനിൽ കിടക്കുമ്പോ, രാജ്ഭവനിൽ ഉറങ്ങുമ്പോ, രാജ്ഭവനിൽ സസുഖം വാഴുമ്പോ ഇതൊരു രാജഭരണമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളൊരു രാജാവാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ജനാധിപത്യ സർക്കാരിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ ഗവർണർമാർ അവരുടെ ഭരണഘടനാ ഇതര ചുമതലകൾ നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി കൃത്യമായും പറയുന്നുണ്ട്. അതുകൊണ്ട് കേരള ഗവൺമെന്റിനെ അംഗീകരിക്കാതെ, ഫെഡറലിസത്തെ അംഗീകരിക്കാതെ, ജനാധിപത്യത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ നിലപാട് തിരുത്തിയേ മതിയാകൂ. നമ്മുടെ പോരാട്ടം, നിങ്ങളുടെ പോരാട്ടം അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചു മാത്രമല്ല, നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ സർവീസിനെ സംബന്ധിച്ചു മാത്രമല്ല, ഈ കേരളത്തിനാകെ സർവീസ് നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.